സർ, ഒരു വ്യക്തി ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് 7, 8 പതിറ്റാണ്ട് കഴിയണമെന്ന് പറയുന്നു. അങ്ങനെ ഒരു വിശേഷത്തെക്കുറിച്ച് പറയാമെന്ന് സാർ പറഞ്ഞിരുന്നല്ലോ. അതെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിൽപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറയാം, ഒറ്റ ആളെടുത്താലും അത് അമിതാവ് ഘോഷാണ്. അമിതാവ് ഘോഷിന് ഇപ്പോൾ ഈ അരുന്ധതി റോയിയൊക്കെ പോലുള്ള ഈ പ്രിട്ടൻഷൻസ് ഉണ്ടല്ലോ, കാട്ടായങ്ങൾ എന്ന് പറയാം അല്ലേ, അഭിനയം, നാട്ടുംപുറത്തെ ഈ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ പോഴത്തവും ഓളത്തരവും ഒക്കെ ഈ വക പരിപാടികളൊന്നും ഇല്ലാതെ ശാന്തമായി അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ അമിതാവ് ഘോഷ്. ഞാൻ ആദ്യം വായിച്ചത് അദ്ദേഹത്തിൻ്റെ ഇൻ ആൻ ആൻറ്റിക് ലാൻഡ് എന്ന് പറഞ്ഞ പുസ്തകമാണ്. അത് കേരളത്തിൽ നിന്ന് ആ തലശ്ശേരി ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരാൾ ഈ പോർച്ചുഗീസ് കാലത്തുമൊക്കെ അറബി നാടുകളിലേക്കൊക്കെ ഒരു അഭയാർത്ഥിയായിട്ട് പ്രവാസിയായിട്ടുമൊക്കെ പോകുന്ന ഒരാളുടെ കഥയാണ് ഇൻ ആൻ ആൻറ്റിക് ലാൻഡ്. ഇത് മലയാളത്തിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അത് ഇറങ്ങിയ കാലത്ത് 10-30 കൊല്ലം മുമ്പേ ഞാൻ വായിച്ചതാണ് ഇൻ ആൻ ആൻറ്റിക് ലാൻഡ്. ഇപ്പോൾ ഈ അമിതാവ് ഘോഷിൻ്റെ അടുത്ത പുസ്തകം 89 കൊല്ലം കഴിഞ്ഞ് ആണ് വരിക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നോർവേയിലെ ഓസ്ലോയിൽ ഫ്യൂച്ചർ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്, ഭാവി ഗ്രന്ഥശാല എന്ന് പറഞ്ഞ. ആ ഫ്യൂച്ചർ ലൈബ്രറിയിലേക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഓരോ അറിയപ്പെടുന്ന വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള എഴുത്തുകാരിൽ നിന്ന് ഒരു കൈയെഴുത്ത് പ്രതി ഓരോ കൊല്ലവും വാങ്ങിക്കും. അത് ഒരു നൂറ്റാണ്ട് എന്നൊക്കെ നമുക്ക് കൂട്ടാം. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴാണ് പ്രസിദ്ധീകരിക്കുക. അങ്ങനെ 100 നോവലുകൾ ഇത് ഓസ്ലോയിലെ പബ്ലിക് ലൈബ്രറിയിൽ ഇതിൻ്റെ കൈയെഴുത്ത് പ്രതി പൂട്ടിവെക്കും, സൂക്ഷിച്ചു വെക്കും. അവർ വായിക്കൊന്നുമില്ല ഇതിപ്പോൾ. എന്നിട്ട് അത് അമിതാവ് ഘോഷ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് നോവൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് കാണാം. ഇത് തൊട്ടു നോക്കാനോ വായിച്ചു നോക്കാനോ ഒന്നും പറ്റില്ല അവിടുത്തെ ലൈബ്രറിയിൽ. ഇനി ഇതിൻ്റെ വിശേഷം, 100 മരങ്ങൾ അവിടെ കാട്ടിൽ നട്ടിട്ടുണ്ട്. ഈ നോവല് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അതിലെ ഒരു മരം വെട്ടിയിട്ട് ആ സമയമാകുമ്പോൾ അതിൽ നിന്നുള്ള ഉണ്ടാക്കുന്ന കടലാസ് കൊണ്ടാണ് ഈ നോവൽ പ്രസിദ്ധീകരിക്കുക. അത് വെച്ച് ഉപയോഗിക്കുന്ന കടലാസ് അല്ലേ? അതെ, ഇതാണ് പദ്ധതി. അപ്പോൾ ഇത് പരിസ്ഥിതി സംരക്ഷണം കേന്ദ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഫ്യൂച്ചർ ലൈബ്രറി എന്ന് പറഞ്ഞ പദ്ധതി. പരിസ്ഥിതിയെപ്പറ്റി ധാരാളം നോവലുകളിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് അമിതാവ് ഘോഷ്. കാരണം ഈ ബംഗാളിലെ കണ്ടൽക്കാടില്ലേ സുന്ദർബാൻസ്, ആ സുന്ദർബാൻസ് ഒക്കെയാണ് പ്രധാനപ്പെട്ട കഥകൾ, ഈ നോവലിലെ കഥകളുടെയൊക്കെ കേന്ദ്രം അമിതാവ് ഘോഷിൻ്റെ. അദ്ദേഹം തന്നെ ഹംഗ്രി ടൈഡ് എന്ന് പറഞ്ഞിട്ടൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ഹംഗ്രി ടൈഡ് എന്ന് പറഞ്ഞ നോവൽ എന്താന്ന് വെച്ചാൽ, ഈ ജ്യോതി ബാസുവിൻ്റെ കാലത്ത്, കമ്മ്യൂണിസ്റ്റുകാരുടെ കാലത്തെ മാരി ചാബി എന്ന് പറഞ്ഞിട്ടൊരു ദ്വീപില് പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ട് വലിയ വ്യവസായം കൊണ്ടുവരാനൊക്കെ, അങ്ങനെ മാരി ചാബിയിൽ വലിയ കൊലപാതകങ്ങളൊക്കെ നടത്തിയല്ലോ സഖാക്കൾ. അതാണ് ഈ ഹംഗ്രി ടൈഡ് എന്ന് പറഞ്ഞ നോവലിൻ്റെ വിഷയം. ഈ പെരുമാൾ മുരുകൻ്റെ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എം സ്വരാജിനെ പോലുള്ള വിവരദോഷികൾ പറയുമല്ലോ, അവർ വായിക്കേണ്ട പുസ്തകമാണ് ഈ ഹംഗ്രി ടൈഡ്. സഖാക്കൾ എങ്ങനെയാണ് പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ടവരെ പീഡിപ്പിച്ചത്, കൂട്ടക്കൊല നടത്തിയത്, മാരി ജാബി അവിടെ നടന്ന സംഭവം ജ്യോതി ബസുവിൻ്റെ കാലത്ത്, അതുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം നോവലിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 68 വയസ്സാണ് ഇദ്ദേഹത്തിന്, അമിതാവ് ഘോഷിന്. അദ്ദേഹം സാമ്രാജ്യത്വം, പിന്നെ കുടിയേറ്റം, പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച് ഇല്ലേ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നോവലിലെ വിഷയമാണ്. അപ്പോൾ ഈ ഫ്യൂച്ചർ നോവൽ പ്രോജക്റ്റിൽ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ള, ഇതുവരെ വന്നിട്ടുള്ള ഏക ഇന്ത്യക്കാരൻ അമിതാവ് ഘോഷാണ്. അപ്പോൾ 1 നൂറ്റാണ്ട് നീളുന്ന ഈ സാഹിത്യ ടൈം കാപ്സ്യൂൾ, ചരിത്ര പേടകം എന്നൊക്കെ പറയില്ലേ, പേടകം, അങ്ങനെ ഒരു ടൈം കാല പേടകം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
ഇത് ഓസ്ലോയിലെ ഒരു മുറിയിൽ 2114 വരെ പൂട്ടിവെക്കും. എന്നിട്ട് 2114 പ്രസിദ്ധീകരണം തുടങ്ങുക. ഇത് നോർവേയിൽ പൂട്ടിയ കൈയെഴുത്ത് പ്രതികൾ ആളുകൾക്ക് കാണുകയൊക്കെ ചെയ്യാം. രാജ്യാന്തര പ്രശസ്തരായ എഴുത്തുകാരെ മാത്രമേ തിരഞ്ഞെടുക്കുന്നുള്ളൂ. ആ കൂട്ടത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയ മാർഗരറ്റ് അറ്റ്വുഡ് ഉണ്ട്. ദ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നൊബേൽ സമ്മാനം കിട്ടിയില്ലേ. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ നോവൽ CB ബാലകൃഷ്ണൻ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ എഴുതിയ ഹാങ് കാങ് നോവൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഫ്യൂച്ചർ ലൈബ്രറിയിലേക്ക് ഇവരൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ വാക്കുകളും മരങ്ങളും ഒന്നിച്ചു വളരും എന്നാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പറയുന്നത്. മരങ്ങൾ വളരുന്നത് പോലെ അതിൻ്റെ കൂടെ വാക്കുകളും വളരും. വായനക്കാർ ഇനി ജനിക്കാനിരിക്കുന്ന വായനക്കാർക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളാണ് ഇത്. ഇതിൻ്റെ സ്രഷ്ടാവ്, ഈ ആശയത്തിൻ്റെ സ്രഷ്ടാവ് സ്കോട്ടിഷ് കലാകാരി കാത്തി പീറ്റേഴ്സൺ ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമിതാവ് ഘോഷ് കൊടുത്തിട്ടുള്ള നോവലിന് പേരിട്ടിട്ടില്ല, അത് അന്ന് ഇടുമായിരിക്കും. ഇത് നോർവേയിലെ നോർഡ് മാർക്ക എന്ന് പറഞ്ഞ കാട്ടിലെ നട്ട മരങ്ങളിൽ നിന്നുള്ള കടലാസാണ് ഈ 100 നോവലുകൾക്ക് ഉപയോഗിക്കുന്നത്. ഓസ്ലോയുടെ വടക്കേ അറ്റത്തെ കാടാണിത്. 100 വർഷം കഴിഞ്ഞുള്ള പുസ്തക പരമ്പരയിലേക്കുള്ള മരങ്ങൾ കാത്തി പീറ്റേഴ്സൺ അവിടെ നട്ട് കഴിഞ്ഞു. അപ്പോൾ ഓരോ വർഷവും ഓരോ എഴുത്തുകാരനെ കൈയെഴുത്ത് പ്രതി കൊടുക്കാനായിട്ട് ക്ഷണിക്കും. അതവിടെ പബ്ലിക് ലൈബ്രറിയിൽ പൂട്ടും വായിക്കാതെ. പരിസ്ഥിതി, ചരിത്രം, കാലം തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള കൊണ്ടാണ് അമിതാവ് ഘോഷിനെ ക്ഷണിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ വലിയ ആദരവായിട്ടാണ് കാണുന്നതെന്ന് അമിതാവ് ഘോഷ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാലത്തിൻ്റെ അപ്പുറം നിലനിൽക്കുന്ന ഒന്നാണിത്. ജനിക്കാത്ത തലമുറയെ ഓർക്കുന്ന പദ്ധതിയാണിത്. വനമാണ് ഇതിൻ്റെ കേന്ദ്രം. ഞാൻ ഒരു വ്യത്യസ്തമായ വനത്തിനെ പറ്റിയാണ് എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് സുന്ദർബൻസ് എന്ന കണ്ടൽക്കാടാണ്. അമിതാവ് ഘോഷ് പറഞ്ഞു. ഈ ക്ഷണം ആദരവാണ്. ദൂരെയുള്ളൊരു കാടുമായി എനിക്ക് ബന്ധമുണ്ടാവുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. 2014 ഈ ഫ്യൂച്ചർ ലൈബ്രറി തുടങ്ങുന്നത്. 1000 നോർവീജിയൻ സ്പ്രൂസ് മരങ്ങൾ അന്ന് നട്ടു. 2014 തന്നെ മരങ്ങൾ നട്ടു. സ്പ്രൂസ് എന്ന് പറഞ്ഞാൽ പൈനില്ലേ, നമ്മുടെ പൈൻ പോലത്തെ മരങ്ങളാണ് അത്, ആ കുടുംബത്തിൽപ്പെട്ടത്. അപ്പോൾ ആ വനത്തിൽ നിന്ന് തന്നെയാണ് വിത്ത് എടുത്തത് നടാനുള്ളത്. 1 നൂറ്റാണ്ട് കഴിഞ്ഞ് അത് വെട്ടുകയുള്ളൂ. 100 കൈയെഴുത്ത് പ്രതികൾ വർഷത്തിലൊരെണ്ണം. അങ്ങനെ ദ സൈലന്റ് റൂം എന്നാണ് ഈ കൈയെഴുത്ത് പ്രതികൾ പൂട്ടുന്ന മുറിയുടെ പേര്. വാട്ടർ ഫ്രണ്ട് പുഴക്കരയിലെ ലൈബ്രറിയാണ് അത്. ഡെയ്ക്മാൻ ബ്യോർവിക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ലൈബ്രറി ഇരിക്കുന്നത്. ഇതൊക്കെ പൂട്ടിവെക്കുന്ന ലൈബ്രറി. പേരും വർഷമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഈ കൈയെഴുത്ത് പ്രതിയിൽ. 2014 മാർഗരറ്റ് അറ്റ്വുഡാണ് ആദ്യത്തെ നോവല് കൊടുത്തത്. അത് കഴിഞ്ഞ് ഡേവിഡ് മിച്ചൽ, സിജോൺ, എലിഫ് ഷഫാക്ക്, ഹാൻ കാങ്, കാൾ നോസ്ഗാർഡ്, ഓഷ്യൻ വ്യോങ്, സിറ്റ്സി ഡാങ് റെംഗ, ജൂഡിത്ത് ഷാലൻസ്കി, വലേറിയ ലൂയിനെല്ലി, ഇങ്ങനെ ഉള്ള ഇവരൊക്കെ നോവലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാർഗരറ്റ് അറ്റ്വുഡ് അവരുടെ കൈയെഴുത്ത് പ്രതി കൊടുത്തതിനെ പറ്റി അവർ ലേഖനം എഴുതിയിരുന്നു. മാർഗരറ്റ് അറ്റ്വുഡ് പറഞ്ഞു, ഞാനിങ്ങനെ കൈയെഴുത്ത് പ്രതി കൊടുത്തിട്ടുണ്ട്, ഇത് 100 വർഷം കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കും 2114 എന്ന് പറയുന്നു. പക്ഷെ അന്ന് നോർവേ ഉണ്ടാകുമോ? അന്ന് ആ വനം ഉണ്ടാകുമോ? അന്ന് ഈ ലൈബ്രറി ഉണ്ടാകുമോ? നല്ല ചോദ്യമാണ് അല്ലേ? നല്ല ചോദ്യമാണ്. വളരെ ആഴമുള്ള ചോദ്യമാണ്, അഗാധമായ ചോദ്യമാണ്. ഇന്ന് ഈ സ്വാർത്ഥതയിൽ അഭിരമിക്കുന്ന മനുഷ്യൻ
ഇതൊക്കെ ബാക്കി വച്ചേക്കുമോ എന്നുള്ള ആകുലത ആ. നിറഞ്ഞു നിൽക്കുന്ന ചോദ്യവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.